ഏത് തോക്കുപയോഗിച്ചാണ് നിങ്ങളെ വെടിവെച്ചത്? പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ മെഡിക്കൽ രേഖകൾ എവിടെ? ആക്രമിച്ചു എന്ന് പറയുന്നതിൻ്റെ തെളിവുകൾ, ദൃശ്യങ്ങൾ എവിടെ? 48 പേർക്കും ജാമ്യം നൽകുന്നു. പോലീസിൻ്റെ ഈ സ്വഭാവം അവസാനിപ്പിക്കുക തന്നെ വേണം. അധികാരം കയ്യിലുണ്ട് എന്ന് വിചാരിച്ച തോന്നിയവാസം ചെയ്തു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ചുട്ട മറുപടി ലഭിക്കും. ഇത് ബിജ്നോർ കോടതിയിലെ ജഡ്ജ് പറഞ്ഞ വാക്കുകളാണ്. യോഗി ആദിത്യനാഥിനെയും യോഗി പോലീസിനെയും ചുട്ടരിച്ച മറുപടി നൽകി വിലസിയിരിക്കുകയാണ് ബിജ്നോർ കോടതി ജഡ്ജ്. ഇതാണ് യഥാർത്ഥ നിയമപാലകൻ. കാരണം ബിജ്നോർ എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് 161 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശമാണ്. ബിജ്നോർ നഗരത്തിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ നടന്നു. ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തേണ്ടത് യോഗിയുടെ വലിയ ആവശ്യമായിരുന്നു. ഇതിന്റെ ഭാഗമായി പോലീസുകാർ സമാധാനാന്തരീക്ഷത്തിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ അക്രമാന്തരീക്ഷവുമായി വന്ന പോലീസുകാർ പലരെയും ക്രൂരമായി മർദ്ദിക്കുകയും അവരെ പിടിച്ച് തടവിലാക്കുകയും ചെയ്തു. ഇതല്ല ഞെട്ടിപ്പിച്ചത്, മറിച്ച് സമാധാനപരമായി പ്രതിഷേധിച്ചവരെ കുറിച്ച് പോലീസിന്റെ FIR പറയുന്നത് ഇങ്ങനെയാണ്: പോലീസിന് നേരെ കല്ലെറിയുകയും അതിൽ നിന്ന് ചില ആളുകൾ തോക്കുപയോഗിച്ച് പോലീസിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ചില ആളുകൾ പോലീസുകാരെ വധിക്കാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് ബിജ്നോർ പോലീസിന്റെ FIR വ്യക്തമാക്കുന്നുള്ളത്. ഈ FIR കോടതിയിലെത്തിയപ്പോഴായിരുന്നു ജഡ്ജിന്റെ കൃത്യമായ ചില ചോദ്യങ്ങൾ. കുറച്ച് ദിവസങ്ങൾ അവർക്ക് സമയം നൽകുകയും ആ സമയം നൽകിയിട്ട് പോലും കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ വ്യക്തമായ രേഖകൾ നൽകാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് കോടതിയിലെ ജഡ്ജ്, ബിജ്നോർ കോടതി ജഡ്ജ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. എവിടെയാണ് തോക്കുകൾ? എവിടെയാണ് ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ? എവിടെയാണ് നിങ്ങൾക്ക് പരിക്കേറ്റതായിട്ടുള്ള വ്യക്തമായ രേഖകൾ? ഇതൊന്നും നിങ്ങളുടെ കൈകളിലില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർക്ക് നേരെ ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയത്? അധികാരം കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് ഒരു തോന്നിവാസവും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. വിറപ്പിക്കുകയായിരുന്നു ബിജ്നോർ കോടതിയിലെ ആ ജഡ്ജ്. ഇതുപോലെയുള്ള നിയമപാലകരെയാണ് നമ്മുടെ നാടിന് ആവശ്യമുള്ളത്. യോഗി ആദിത്യനാഥിന്റെ UPയിലാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ നടന്നത്. പക്ഷേ ഒരു തെളിവുകളുമില്ലാതെ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള പ്രതിഷേധക്കാരെ തടവിലാക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പോലീസുകാർ ഇത് ചെയ്യുന്നുള്ളത് കോടതികളിൽ നിന്ന് അവർക്ക് അനുസരിച്ചുകൊണ്ടുള്ള നിയമങ്ങളും നീതികളും പുറത്തു വരുമ്പോൾ അവർ എന്തും ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ബിജ്നോർ കോടതിയിലെ ഈ ജഡ്ജ് 48 പേർക്ക് ജാമ്യം നൽകിയതിൽ വിറച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥും യോഗി പോലീസും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.